ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ഒരു വിശുദ്ധ ദിവസമാണല്ലോ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്, ദിവസമാണ്. ആകയാൽ നമുക്കും കർത്താവിനെ ഓർക്കുവാനും കർത്താവ് നമുക്ക് തന്ന വചനം പ്രമാണിക്കുന്നതിനും വചനത്തിൻ്റെ ചിന്തകളോടുകൂടി നാം ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ്. ആരാധനയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്നതായ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ വചനത്തെക്കുറിച്ചും ഉള്ളതായ ചില സത്യങ്ങൾ ആണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിലെ നിലവിളക്കാണ്. അതിനാധാരമായ വേദഭാഗം പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 40 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഈ എല്ലാ വേദഭാഗങ്ങളും വായിക്കുവാനായിട്ടുള്ളതായ സാവകാശമില്ല. അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. തങ്കം കൊണ്ട് ഒരു നിലവിളക്കുണ്ടാക്കണം. നിലവിളക്ക് അടിപ്പ് പണിയായിരിക്കണം. അതിൻ്റെ ചുവട് തണ്ടും പുഷ്പവടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. നിലവിളക്കിൻ്റെ 3 ശാഖ ഒരു വശത്തു നിന്നും നിലവിളക്കിൻ്റെ 3 ശാഖ മറ്റേ വശത്തു നിന്നും ഇങ്ങനെ 6 ശാഖ അതിൻ്റെ പാർശ്വങ്ങളിൽ നിന്നും പുറപ്പെടണം. നാം താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിൻ്റെ 40-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: പർവ്വതത്തിൽ കാണിച്ചു എന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുന്ന ഒരു വേദപഠിതാവിന് നാം എങ്ങനെയും പണിതാൽ പോരാ. പിന്നെയോ വിശുദ്ധ തിരുവെഴുത്തിൽ കർത്താവ് കാണിച്ചു വരുന്ന, ദൈവം കാണിച്ചു വരുന്ന മാതൃക പ്രകാരമാണ് അവയെ ഉണ്ടാക്കേണ്ടത്. പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നോഹ ഒരു വലിയ പെട്ടകമുണ്ടാക്കി. അവൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ല. ദൈവം കൊടുത്ത ആ സ്കെച്ച് അനുസരിച്ചാണ് നോഹ വലിയൊരു പെട്ടകം ഉണ്ടാക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതിന് വാതിൽ വെച്ചതും ദൈവം പറഞ്ഞതനുസരിച്ചാണ്. ഇഷ്ടമുള്ള നിലയിലുള്ള വാതിലുകൾ വയ്ക്കാൻ പാടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അബ്രഹാമും ഇസ്ഹാക്കും യാഗം നടത്തുന്നതിനായിട്ട് മോറിയ മലയിലേക്ക് പോയി. ഏതെങ്കിലും മലയിലേക്ക് പോകണമെന്നല്ല പറഞ്ഞത്. പ്രത്യുത ദൈവം പറഞ്ഞത്, നീ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ മകനുമായി മോറിയ മലയിലേക്ക് പോയി യാഗം കഴിച്ച് മടങ്ങി വരണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ മലകൾ ആ കാലത്തുണ്ട്. എന്നാൽ ആ മലകളെ ഒന്നും ദൈവം പറഞ്ഞിട്ടില്ല. പ്രത്യുത പറഞ്ഞിരിക്കുന്നത് മോറിയ മലയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ഇസ്ഹാക്കിനെ യാഗം കഴിച്ച് മടങ്ങി വരണം എന്ന് പറയുന്നത്. അതുപോലെ നാം മുൻപോട്ട് ഓരോന്നോരോന്ന് പഠിച്ചു വരുമ്പോൾ ഇസ്രായേലിൻ്റെ താൽക്കാലിക ക്രമീകരണമായിരിക്കുന്ന മരുഭൂമിയിലെ സമാഗമന കൂടാരം, അതിൻ്റെ പ്ലാനും സ്കെച്ചും എല്ലാം ദൈവമാണ് കൊടുത്തിരിക്കുന്നത്. അത് അതിന് പ്രകാരം ഉണ്ടാക്കണമെന്നാണ്. അല്ലാതെ മോശയ്ക്കോ അല്ലെങ്കിൽ അതിനുള്ളതായ മറ്റുള്ളതായ പ്രാവീണ്യമുള്ളതായ ആളുകളെ തിരഞ്ഞെടുത്തോ അവർക്ക് ഇഷ്ടമുള്ള നിലയിൽ പണിയുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചും ദൈവത്തിൻ്റെ ആ ഐഡിയയ്ക്കനുസരിച്ചും ദൈവം പറയുന്ന മാതൃകയ്ക്കനുസരിച്ചുമാണ് പണിയേണ്ടത് എന്നാണ് ഓർപ്പിക്കുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ കിഴക്കുവശത്തുള്ള പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്കാണ് ഇത് കടക്കേണ്ടത്. അവിടെ 5 തൂണുകളിൽ വെച്ചിരിക്കുന്ന മനോഹരമായ മരശീല ആരാധകരെ വിശുദ്ധ സ്ഥലത്തേക്കാണ് കടത്തിവിടുന്നത്. ഈ 5 തൂണുകൾ ലേഖനങ്ങൾ എഴുതിയ അപ്പോസ്തലന്മാരാണെന്നാണ് പൊതുവെ പണ്ഡിത മതം. അതായത് പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ എന്നിവരെ കാണിക്കുന്നു. അവരുടെ എഴുത്തുകളായ 21 ലേഖനങ്ങളാണ് വിശ്വാസികളുടെ ഉപദേശത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഏക പ്രമാണം. ദൈവജനത്തിന് ഒരു പ്രമാണമുണ്ട്.
അത് മനുഷ്യനിർമ്മിതമായ കാനോനോ കൽപ്പനകളോ അല്ല, പിന്നെയോ ദൈവാത്മാവിനാൽ വിരചിതമായ ദൈവവചനമാണ്. വിശുദ്ധ സ്ഥലത്ത് കടക്കുന്ന പുരോഹിതന്റെ ആദ്യത്തെ കൃത്യം അവിടെ വച്ചിരിക്കുന്ന നിലവിളക്ക് പ്രകാശിപ്പിക്കുകയാണ്. അഥവാ ആത്മീയമായ സകല ശുശ്രൂഷകളും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർവഹിക്കേണ്ടത്. പ്രാകാരത്തിലെ ശുശ്രൂഷകൾ സൂര്യപ്രകാശത്തിലും വിശുദ്ധ സ്ഥലത്തെ ആരാധന നിലവിളക്കിൻ്റെ പ്രകാശത്തിലും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ ഷിക്കൈന എന്ന ദൈവ തേജസ്സിലുമാണ് ചെയ്തു വന്നത്. ഈ യാഥാർത്ഥ്യം വിശ്വാസികളെ നിങ്ങൾ മറന്നു പോകരുത്. ഒന്ന്, പ്രാകാരത്തിലെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്. വിശുദ്ധ സ്ഥലത്തെ ആരാധന എന്ന് പറയുന്നത് നിലവിളക്കിൻ്റെ പ്രകാശത്തിലാണ്. എന്നാൽ അതിവിശുദ്ധ സ്ഥല ശുശ്രൂഷകൾ ഷെക്കൈനയുടെ തേജസ്സിലാണ് അത് ചെയ്യേണ്ടത്. ഈ തൂണുകളായ ലേഖനകന്മാർ തങ്ങളുടെ എഴുത്തുകൾ മൂലം വിശ്വാസ ജീവിതത്തിൻ്റെ ഉയർന്ന സ്ഥാനത്തേക്കാണ് നമ്മെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലൂസിൻ്റെ പ്രധാന വിഷയം വിശ്വാസവും, പത്രോസിൻ്റെ പ്രധാന വിഷയം പ്രത്യാശയും, യോഹന്നാൻ്റേത് സ്നേഹവും, യാക്കോബിൻ്റേത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും, യൂദയുടേത് ഉപദേശപാലനവും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ വിശുദ്ധ സ്ഥലത്തിൻ്റെ മനോഹാരിതയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന ഒന്നാണ് വിളക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ വിളക്ക് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വിളക്ക് ഇരുട്ടിനെ ഓർപ്പിക്കുന്നതാണല്ലോ. ഇത് അന്ധകാരത്തിലാണെന്ന് തിരുവെഴുത്ത് പറയുകയാണ്, റോമാലേഖനം 13:12. ആകയാൽ നമുക്കും നടക്കുവാനും പ്രവർത്തിക്കുവാനും വെളിച്ചം വേണം. നിലവിളക്കൊരു താലന്ത് തങ്കം കൊണ്ട് അടിപ്പ് പണിയായി ഒരു വിളക്ക് തണ്ടോടും 6 ശാഖകളോടും കൂടെ ഉണ്ടാക്കിയെന്നാണ് വായിക്കുന്നത്. ശാഖകളിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി 3 പുഷ്പപടം വീതവും തണ്ടിൽ മുട്ടുകളോടും പൂക്കളോടും കൂടിയ ബദാം പൂ പോലെ 4 പുഷ്പപടവും ഉണ്ടായിരുന്നു എന്നാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വിളക്ക് കത്തിച്ചത് ഇടിച്ചെടുത്ത ഒലിവെണ്ണ ഒഴിച്ചാണ്. അങ്ങനെ 6 ശാഖകളും നടുവിലുള്ള പ്രധാനമായതും ചേർന്ന് രാത്രി യാമങ്ങളിൽ വിശുദ്ധ സ്ഥലത്തെ പ്രകാശിപ്പിച്ചിരുന്നു. നടുവിലുള്ളത് ക്രിസ്തുവിനെയും ശാഖകൾ സഭകളെയും കാണിക്കുന്നു. ക്രിസ്തുവും സ്ഥലസഭകളും ചേർന്ന് ഒന്നായി നിന്ന് ഈ ലോകത്തെ പ്രകാശിപ്പിച്ച് കൊണ്ടിരിക്കേണ്ടതിൻ്റെ ഒരു സാദൃശ്യമാണ് ഈ നിലവിളക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അവയെ നാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് കർത്താവ് പറഞ്ഞു. യോഹന്നാൻ 8:12. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, സങ്കീർത്തനം 27:1 എന്ന് ദാവീദ് പറഞ്ഞു. നിന്റെ പ്രകാശവും സത്യവും തിരുനാവാസത്തിലേക്ക് എന്നെ എത്തിക്കുമെന്ന് കോരഹപുത്രന്മാർ പാടി, സങ്കീർത്തനം 43:3. ഇരുൾ പാപത്തിൻ്റെ ഒരു പര്യായപദമാണ്. ഈ അന്ധകാര ലോകത്തിൽ ഇരിക്കുന്ന നാം ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നത് കൊണ്ട് വെളിച്ചങ്ങളാണ്. സൂര്യപ്രകാശം കൊണ്ട് പ്രകാശിക്കപ്പെടുന്ന ഭൂമി പോലെയാണ് നാം. യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 4:6. സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ വസിക്കുന്നതിനാൽ വെളിച്ചത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന കൊമ്പുകളാണ് വിശ്വാസികൾ. യേശു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണെന്നുള്ള സത്യം വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അന്ധകാരത്തിലായിരുന്ന നമ്മെ അവൻ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തി ലോകത്തിൻ്റെ ആ നിഴൽ മധ്യത്തിൽ നമ്മെ വെളിച്ചങ്ങളാക്കി നിർത്തിയിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് യേശു മാത്രമേ അവകാശപ്പെട്ടുള്ളൂ. അപ്പോൾ വെളിച്ചത്തിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളുമുള്ള ഏക രക്ഷിതാവാണ് യേശു. ഈ ജീവൻ്റെ വെളിച്ചത്തിലേക്ക് വരുവാൻ കർത്താവ് ജനത്തെ ക്ഷണിക്കുകയാണ്. അങ്ങനെ വന്നാൽ കർത്താവ് നമ്മോട് പറയുന്ന ഒരു ഉപദേശം, മത്തായി 5:14,
നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് വെളിച്ചം പ്രാപിച്ചിരിക്കുന്നതായ വിശ്വാസികളെ, ദൈവമക്കളെ കർത്താവ് അഭിസംബോധന ചെയ്ത് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇതെത്രയോ വലിയ ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നാമും കർത്താവും തമ്മിലുള്ള ബന്ധം അഭേദ്യമായ ഒരു ബന്ധത്തെ കാണിക്കുകയാണ്. അപ്പോൾ വെളിച്ചത്തോട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ഇരുള് മാറി നാം വെളിച്ചമുള്ളവരായി തീരുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇന്നും ഇരുട്ടിലാണ് എങ്കിൽ സകല ലോകത്തെയും പ്രകാശിപ്പിക്കുന്ന, വിശേഷാൽ നിങ്ങളെ പ്രകാശിപ്പിക്കുന്ന, നിങ്ങളുടെ അന്ധകാരം മാറ്റി നിങ്ങൾക്ക് ജീവൻ്റെ വെളിച്ചം തരുന്ന ഈ ലോകരക്ഷിതാവിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ അന്ധകാരം മാറി നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരും. അത് പത്രോസ് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അവൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് അന്തരിക്കുന്നു. നിങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്ന നിങ്ങൾ ആ ക്ഷണം സ്വീകരിച്ചു വന്നാൽ നിങ്ങൾ അത്ഭുതകരമായ ഒരു പ്രകാശത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ള സത്യമാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് ഇതൊരു സഭയുടെ സാദൃശ്യമാണ്. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്നാണല്ലോ വെളിപ്പാട് 1:20 നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാരത്തിലെ നിലവിളക്കും ഈ വിളക്കുമായി വ്യത്യാസമുണ്ടെങ്കിലും ചില സാമ്യങ്ങളുണ്ട്. നിലവിളക്കിൻ്റെ നടുവിൽ പ്രധാനമായ ഒരു തണ്ട് ഉണ്ടായിരുന്നു. ഇതിൻ്റെ പൊരുളെന്ന വണ്ണം വെളിപ്പാടിൽ പറയുന്ന 7 സഭകളുടെ നടുവിൽ യേശുക്രിസ്തു സഭാനാഥനായി കാന്തനായി നിൽക്കുന്നത് കാണാം. വെളിപ്പാട് 1:13. സഭകൾ മുഖാന്തരമാണ് കർത്താവ് ഇന്ന് ലോകത്തിൽ പ്രകാശം പരത്തുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഇപ്പോൾ ഞാൻ ഓർപ്പിച്ചല്ലോ. മത്തായി 5:14. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജീവൻ്റെ വചനത്തെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അതാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ മുമ്പേ നിങ്ങൾ ആരായിരുന്നു എന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. മുമ്പേ നിങ്ങൾ ആരായിരുന്നു? മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരാണ്? ഇപ്പോൾ കർത്താവിൽ വെളിച്ചങ്ങളാണ്. എഫേസ്യ ലേഖനത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ടാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. അപ്പോൾ നാം ആരാണ്? നാം വെളിച്ചങ്ങളാണ്. അപ്പോൾ കൂടാരത്തിലെ ദീപങ്ങൾ രാത്രിതോറും കത്തുകയും പ്രഭാതത്തിൽ വിളക്ക് തുടയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഇത് അഹരോൻ്റെ ചുമതലയായിരുന്നു. ലേവ്യർ 24:14 വാക്യം നോക്കിയേ. കൂടാരത്തിലെ ദീപങ്ങൾ രാത്രിതോറും കത്തുകയും പ്രഭാതത്തിൽ ആ വിളക്ക് തുടയ്ക്കുകയും ചെയ്യണം എന്നാണ്. അപ്പോൾ ദീപം നിത്യം കത്തിക്കൊണ്ടിരിക്കുവാൻ ഇടിച്ചെടുത്ത ഒലിവെണ്ണ ഒഴിക്കണമായിരുന്നു. ഇത് നമ്മോടുള്ള ഒരു ദൂതാണ്. എന്താണെന്നറിയാമോ? രാവിലെ തോറും ദൈവജനത്തിന് മുമ്പിൽ ഇരുന്ന് അവരവരുടെ കുറവുകൾ കണ്ടുപിടിച്ച് പ്രതിദിന ശുദ്ധീകരണം പ്രാപിക്കണം. പ്രഭാതം വരുവോളം, അഥവാ നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ദൈവവചനത്താൽ നമ്മെ തന്നെ നാം വെടിപ്പാക്കിക്കൊണ്ടിരിക്കണം. തിരശ്ശീലയ്ക്ക് പുറത്ത് വേണം വിളക്ക് അത് കത്തുക. അത് വിശുദ്ധ സ്ഥലമാണല്ലോ. വിശുദ്ധ സ്ഥലത്ത് പ്രകാശിക്കുന്നവർക്ക് മാത്രമേ ലോകത്തിൽ വെളിച്ചമായിരിക്കുവാൻ കഴിയുള്ളൂ. നാം സഭയ്ക്കുള്ളിൽ പ്രകാശിക്കുന്നവരാണെങ്കിൽ വെളിയിലുള്ളവർക്കും പ്രകാശം കൊടുക്കുവാനായിട്ട് യോഗ്യരായിരിക്കും. പ്രകാശത്തിന് അത് കാരണം ഒലിവെണ്ണയാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ചിത്രമാണ്. ഒലിവ് മരത്തിൽ നിന്ന് എണ്ണ ലഭിക്കുന്നതിനാൽ മാത്രമേ വിളക്കിന് പ്രകാശിക്കാൻ കഴിയുള്ളൂ എന്ന് ദൈവം സഖറിയ പ്രവാചകനിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 11-12. ക്രിസ്തു എന്ന വാക്കിന് അഭിഷിക്തൻ എന്നാണ് അർത്ഥം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തുവിലൂടെ അവൻ്റെ ശരീരമായ സഭകളിലേക്ക് ഒഴുകുകയാണ്. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ടെന്നാണല്ലോ അത് അപ്പോസ്തലപ്രവൃത്തി 1:8 വായിക്കുന്നത്. അങ്ങനെ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. വിശ്വാസികളെല്ലാവരും പരിശുദ്ധാത്മാവുള്ളവരാണ്. എങ്കിലും ആത്മാവിനാൽ നിറവീൻ എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ സാക്ഷി ജീവിതവും ആത്മനിറവും തമ്മിൽ പിരിയാത്ത ബന്ധമാണുള്ളതെന്ന് കാണിക്കും. നമ്മുടെ പ്രകാശത്തെ തടയാൻ ഇടയുള്ള 2 കാര്യങ്ങളാണ് പറയും കട്ടിലും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പരലോക വ്യാപാരത്തെയും കട്ടിൽ ജഡത്തിൻ്റെ അഭിലാഷങ്ങളെയും സുഖജീവിതത്തെയും കാണിക്കും. വിശ്വാസികൾ ഈ വക കാര്യങ്ങൾക്ക് മീതെ
വിജയികളായിരിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഓർപ്പിക്കട്ടെ, വിളക്ക് ദൈവവചനത്തെ കാണിക്കുകയാണ്. കവരവിളക്ക് തങ്കനിർമ്മിതമായിരുന്നു. ദൈവവചനം പൊന്നിലും തങ്കത്തിലും വിലയേറിയതാണെന്ന് പറയുന്നു. വിളക്കിൻ്റെ നടുവിലൂടെ ഒരു തണ്ട് ഉണ്ടായിരുന്നതുപോലെ എല്ലാ വചനത്തിൻ്റെയും നടുവിൽ നമുക്ക് ക്രിസ്തുവിനെ കാണാം. ഏത് വാക്യത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് ഒരു വഴി ഉണ്ടെന്ന് ഫിലിപ്പോസ് ഷണ്ടനോട് ക്രിസ്തുവിനെ പറ്റി വിവരിച്ചുകൊണ്ട് അതേ സംഭവം ഓർപ്പിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 8:35 കാണാൻ കഴിയും. അതുകൊണ്ട് വിളക്ക് അടിപ്പണിയായിരിക്കണം. 1600 വർഷം കൊണ്ട് 40 എഴുത്തുകാരെ കൊണ്ട് ദൈവം എഴുതി പൂർത്തീകരിച്ചതാണ് വിശുദ്ധ വേദപുസ്തകം. ഇതിൽ തെളിവും മധുരവും ഉള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവർ വ്യാഖ്യാനിച്ച് തന്നാൽ മാത്രം മനസ്സിലാകാവുന്നതും ഏറ്റവും ഗഹനമായ ഭാഗങ്ങൾ ഉണ്ടെന്നുള്ളത് വിളക്ക് തണ്ടിലെ പൂക്കൾ, പുഷ്പപടം, മൊട്ട് എന്നീ വിധ പണികൾ ഓർപ്പിക്കുന്നു. 7 ദീപങ്ങൾ എന്നുള്ളത് വചനത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ദൃഷ്ടാന്തമാണ്. ഇത് വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു പോകരുതെന്നുള്ള മുന്നറിയിപ്പ് പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗത്ത് കാണാം. ആവർത്തനം 4:2, മധ്യഭാഗത്ത് സദൃശം 30:6, അവസാന ഭാഗത്ത് വെളിപ്പാട് 22:18. ഈ 3 ഭാഗങ്ങളിലും ഇതിനോട് ആർക്കും കൂട്ടാൻ പാടില്ല, ഇതിൽ നിന്ന് ആർക്കും കുറയ്ക്കാൻ പാടില്ല. അങ്ങനെ കുറച്ചാൽ അതിൻ്റെ ശിക്ഷ ലഭിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 22:18 പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഈ 3 വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ കാവൽ വാക്യങ്ങളാണ്. അതുകൊണ്ട് ഈ കാവൽ വാക്യങ്ങളായിരിക്കുന്ന ഈ 3 വാക്യങ്ങളും വിശ്വാസികൾ അത് കുറിക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വിളക്കിനോട് ബന്ധപ്പെട്ട് കാണുന്ന ഉപകരണങ്ങളും തങ്കനിർമ്മിതമായിരുന്നു. അതുപോലെ അതിൻ്റെ അകത്ത് ധാരാളം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചവിണ, കരിന്തിരി പാത്രവും അതിൽ പെടുന്നു. ചവണ വിളക്കിൻ്റെ കരിന്തിരി മുറിച്ച് കളയാനായിരുന്നു. അതിനാൽ വിളക്ക് കെടുത്തുവാനല്ല, പിന്നെയോ പ്രകാശം വർദ്ധിപ്പിക്കുവാനത്രേ. ഫലം കായ്ക്കുന്ന വൃക്ഷം അധികം ഫലം കായ്ക്കുന്നതിന് ചെത്തി വെടിപ്പാക്കുന്നത് പോലുള്ള ഒരു പ്രവൃത്തിയാണ്. അവൾ കരിന്തിരി മുറിച്ച് ഇടുന്നതും തങ്കപാത്രത്തിലാണ്. വിശ്വാസികളുടെ ന്യൂനതകളെ ദൈവവചന പ്രകാരം പരിഹരിക്കാൻ അങ്ങനെ പ്രകാശം വർദ്ധിപ്പിക്കുവാനും ഇതിന് കഴിയണം. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വിളക്ക് ചുമന്നുകൊണ്ട് പോകണമെന്നാണ് സംഖ്യ 4:9-10 വാക്യങ്ങൾ കാണുന്നത്. ആദ്യം ഒരു നീല ശീല വിരിക്കണം. ചവണകളും കത്രികകളും ഉൾപ്പെടെ വിളക്ക് അതിന്മേൽ വയ്ക്കണം. പിന്നെ തകശുതോൽ കൊണ്ട് മൂടണം എന്നാണ് വ്യവസ്ഥ. ഈ തോല് വിനയഭാവത്തെ കാണിക്കുന്നു. നീല സ്വർഗീയ നിറത്തെ കാണിക്കുന്നു. വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് സ്വർഗീയ ചിന്തകളാൽ നിറഞ്ഞ് വിനയമുള്ളവരായി കർത്താവിനെ സാക്ഷിക്കണം എന്നാണ് ഈ കാര്യം നമ്മെ ഓർപ്പിക്കുന്നത്. ഈ പ്രഭാതത്തിലെ ഈ ചിന്ത നമുക്ക് കൂടുതൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നിലവിളക്ക് ആ നിലയിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മോശ പണിയാനായിട്ടിടയായി തീർന്നു. നമ്മുടെ ഇഷ്ടത്തിനല്ല ഏതെങ്കിലും ദൈവകാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിന് പ്രസാദമുള്ള നിലയിൽ ദൈവവചന പ്രകാരം ചെയ്യണം എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ നിലവിളക്ക് ക്രിസ്തുവിൻ്റെയും സഭയുടെയും ദൈവവചനത്തിൻ്റെയും ഒരു സാദൃശ്യമായിട്ടിരിക്കുമ്പോൾ തന്നെ ഈ വിളക്ക് നമ്മുടെ ചിത്രം കൂടെയാണ്. നമ്മളിലൂടെയാണ് മറ്റുള്ളവർ ഈ ക്രിസ്തുവിനെ കാണേണ്ടത് എന്നുള്ളതായ ഒരു വലിയ സത്യം നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം എരിഞ്ഞു ശോഭിക്കുന്നവരായിരിക്കണം, അല്ലാതെ നാം കരിഞ്ഞു തീരുന്നവരായിരിക്കില്ല. നാം കരിന്തിരി കത്തുന്നവരായിരിക്കില്ല. പിന്നെയോ നമുക്ക് തന്ന വെളിച്ചം നാം കൂടുതൽ പ്രകാശിപ്പിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാശത്തിന്മേൽ നാം കർത്താവിന് വേണ്ടി ചില ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് ആ പ്രകാശത്തിൻ്റെ ശക്തി തീരുമ്പോൾ പിന്നെയും അതിനേക്കാൾ കൂടിയ പ്രകാശം തരും. നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാശത്തോട് നാം എന്ത് ചെയ്യണം? നാം വിശ്വസ്തത പുലർത്തണം. അങ്ങനെ വിശ്വസ്തത പുലർത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ പ്രകാശം ദൈവം നമുക്ക് തരും. വരും ദിവസങ്ങൾ കൂടുതൽ കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാൻ കർത്താവ് കൂടുതൽ നമുക്ക് പ്രകാശം ഈ തിരുവെഴുത്തിലൂടെ തരട്ടെ. തിരുവെഴുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് കൂടുതൽ വെളിച്ചവും കൂടുതൽ പ്രകാശവും തിരുവെഴുത്തിലൂടെ ലഭിക്കും. അങ്ങനെ നമുക്ക് സ്വയമായിട്ട് പ്രകാശിച്ച് മറ്റുള്ളവരെ ഈ പ്രകാശത്തിലേക്ക് നമുക്ക് ആനയിക്കാൻ കഴിയും. ഈ പ്രഭാത ചിന്ത അതിനിടയാകട്ടെ. നാം ആരാധനയ്ക്ക് പോയാലും നാം ആരാധന ശേഷം ഭവനത്തിൽ വരുമ്പോഴും
ഈ ചിന്തകൾ നാം വായിച്ച് മനസ്സിലാക്കി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും അത് ഒരിക്കൽ കൂടെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.